ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഒരവസരം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നുവല്ലോ. നമ്മെ സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന ആ ദൈവത്തിന് മുൻപാകെ നമുക്ക് വിനയപ്പെടാം. ഒരു പാട്ടിൻ്റെ 1-2 ചരണങ്ങൾ പാടി നമുക്ക് ആരാധന ആരംഭിക്കാം. ഇപ്പോൾ 1-2 പാഠങ്ങൾ വായിക്കാം. ഒന്നാം പാഠഭാഗമായി മീഖാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. മീഖാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെ. യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പീൻ. നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുമ്പാകെ വ്യവഹരിക്ക. കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനമായുള്ളവേ, യഹോവയുടെ വ്യവഹാരം കേൾപ്പീൻ. യഹോവയ്ക്ക് തൻ്റെ ജനത്തോടൊരു വ്യവഹാരമുണ്ട്. അവൻ ഇസ്രായേലിനോട് വാദിക്കും. എൻ്റെ ജനമേ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? എന്തെന്നാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു. എൻ്റെ നേരെ സാക്ഷീകരിക്ക. ഞാൻ നിന്നെ മിസ്രയീം ദേശത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹറോനെയും മിരിയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എൻ്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാഖ് ആലോചിച്ചതും ബെയോരിൻ്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും ശീത്തിം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. എന്തെന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇങ്ങനെ 1-ാം പാഠം അവസാനിച്ചു. രണ്ടാം പാഠഭാഗമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം 7 മുതൽ
15 വരെയുള്ള തിരുവചനങ്ങൾ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7 മുതൽ 15 വരെ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്തി ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ മരണവും നിങ്ങൾ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. ഇങ്ങനെ ഇവിടെ 1-2 പാഠങ്ങൾ അവസാനിച്ചിരിക്കുന്നു. കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ യേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പുത്രവും വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവരും തന്റെ കൃപയാൽ സകല മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കും വേണ്ടി വിശുദ്ധ കന്യമറിയാമെന്ന് ജഡം ധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധ തൃത്വത്തിൽ ഒരുവനും തന്റെ പിതാവിനോടും ജീവനോടും വിശുദ്ധരൂഹായോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ വിശ്വാസപുരാനെ ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമേൻ.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സമയത്ത് ദർശനത്തിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയുടെ അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്നെയും ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലീഹയുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നും. സ്നേഹന്മാരുടെ ഒരു സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനം ഏറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരവയവമല്ല, പലതത്രേ. ഞാൻ കയ്യൽ അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണ് അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീന അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിരവധനങ്ങളേറോ ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നീ
നിന്റെ തിരിഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഓശോ വബുക്കുല സുബാൻ ഓൽമീൻ. അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവൻഗേലിസ്റ്റ് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവനും വരുവാനിക്കലുമായും വാഴ്ത്തപ്പെട്ടവനാവുന്നു നമ്മുടെ രക്ഷയ്ക്കായ പിതാവിന്റെ സ്തുതി. തന്റെ ഗ്രഹങ്ങൾ നാമെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ ഭദ്രമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടികാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈ 2 അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് നിന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കുവീൻ. പോകുവീൻ, ചെന്ന നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുത്. ഏതു വീട്ടിൽ എങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനമെന്ന് ആദ്യം പറവീൻ. അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പീൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നുവെന്ന് അവരോട് പറവീൻ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സുവിശേഷ വെളിച്ചം സകലർക്കും ശോഭിച്ചിടുവാൻ വന്നവനായ മഹിമേഴും രക്ഷക, പാപികളാം ഞങ്ങൾ അന്ധത നീങ്ങി ശോഭിപ്പാൻ ഈ സുവിശേഷം ഫലകരമാക്കിയിടുക. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് നമ്മെ പോഷിപ്പിക്കുകയും തൻ്റെ രക്തം കലർത്തി നമ്മെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശപ്പെടുത്തുകയും ചെയ്ത ഉത്തമനാഥനായ മശിഹാ തമ്പുരാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുസ്സിന്റെ നാളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനമെന്നേക്കും യോഗ്യമായിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം വായിച്ചില്ലാതാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ,
സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവാന്നമഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായി മിശിഹായി, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിന് നുണയ്ക്ക് നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റുകൊള്ളുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഈറന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും മറഞ്ഞിരിക്കുന്നവനായ പിതാവായ ദൈവമേ, നിന്റെ മുൻപാകെയും തന്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ട നിന്റെ വാത്സല്യപുത്രന്റെ മുൻപാകെയും തന്റെ ആവസിപ്പാൽ ലോകത്തെ പരിപാവനമാക്കി ചെയ്യുന്ന നിന്റെ വിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ കരുണാസനത്തിന് മുൻപാകെയുമുള്ള വിശുദ്ധ യാഗപീഠത്തിന്മേൽ ഞങ്ങളെ ആത്മീയയാകുന്ന സത്യനതാപവും സ്തുതിസ്തോത്രങ്ങളും ഞങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും ലംഘനങ്ങൾ ക്ഷമിക്കുകയും നിന്റെ ഇടവേടയൊക്കെയും കുറ്റങ്ങളെല്ലാം മായ്ച്ചു കളയുകയും ചെയ്യണമേ. കർത്താവേ, വിശുദ്ധിയോടെ നിന്റെ വിശുദ്ധ മേശയിൽ സംബന്ധിപ്പാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിരപരാധവും നിർമ്മലവുമായ ജീവിതത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളെ വൃദ്ധരെ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ പരിപാകതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ നിന്റെ കൃപയിൽ വളർത്തണമേ. ഞങ്ങളുടെ സ്ത്രീകളെ സൗമ്യതയും സാവധാനതയുമാകുന്ന അക്ഷയഭൂഷണത്താൽ അലങ്കരിക്കണമേ. അനാഥരെയും എല്ലാ വിധവകളെയും നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേനെന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും പിതാവിനും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല
സൃഷ്ടിക്കും മഹാന്തരമായവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധരൂഹായാൽ കന്യകമറിയാമൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരികെ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുകയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ പരിപാലിക്കരുമായ യേശുവിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വഹിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവനും നിവേന്മാരും സ്ത്രീയന്മാരും മാത്രം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയും കാതോലികവും അപ്പോസ്തോലികവുമായ ഏകവിശ്വ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും വരുവാനിക്ക് ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. Stomen galos. ദൈവസന്നിധിയിൽ വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആയിരിക്കാം. വ്യത്യസ്തങ്ങളായ നന്മകൾ ദൈവം നമുക്ക് നൽകുന്നുവല്ലോ. പ്രത്യേകിച്ച് ജന്മദിനം കൊണ്ടാടി ദൈവസന്നിധിയിൽ നന്ദി പറയുന്നവരും വിവാഹ വാർഷികം കൊണ്ടാടി ദൈവസന്നിധിയിൽ നന്ദി പറയുന്നവരുമുണ്ട്. ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. കൂടാതെ ഭൗതികവും ആത്മീകവും ശാരീരികവുമായ നന്മകൾ ഈ നാളുകളിൽ പ്രാപിച്ചവരുമുണ്ട്. കർത്താവിൻ്റെ വലിയ കൃപ എല്ലായ്പ്പോഴും അനുഭവിപ്പാനായിട്ട് ഇടയാക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, വിനയത്തോടും താഴ്മയോടും കൂടി അവിടുത്തെ സന്നിധിയിൽ നിൽപ്പാനായിട്ട് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ഓരോ പ്രഭാതവും ഓരോ പുതിയ ആഴ്ചയും ഞങ്ങൾക്ക് ദാനമായി നൽകുമ്പോൾ കർത്താവെ, നന്ദിയുള്ളവരായി തീരുവാനും സന്തോഷത്തോടു കൂടി പാർക്കുവാനും എപ്പോഴും ഞങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ വ്യത്യസ്തങ്ങളായ നന്മകൾ അനുഭവിക്കുന്നവരുണ്ട്. ദൈവാസന്നിധിയിൽ വിനയത്തോടെ താഴ്മയോടെ ആയുസ്സിലൊരു വർഷക്കാലം കൂടി പൂർത്തീകരിപ്പാനായിട്ട് ദൈവമേ അവിടുന്ന് ഇടയാക്കിയല്ലോ എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം മുൻപാകെ ആയിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കുടുംബജീവിതത്തിൽ ഒരു വർഷക്കാലം കൂടി പിന്നിട്ട് ദൈവാസന്നിധിയിൽ നന്ദി പറയുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവേ, വിവിധങ്ങളായ നന്മകൾ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുക, അവരുടെ കുടുംബങ്ങളെ ഓർക്കുന്നു, തലമുറകളെ ഓർക്കുന്നു, വിവിധങ്ങളായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് തരുന്നു. പുതിയ വർഷം നന്മകളുടേതാക്കി തീർക്കണമേ. പുതിയ കൃപകളെ പ്രാപിപ്പാൻ മുഖാന്തരമാക്കി തീർക്കണമേ. പ്രത്യേകാൽ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ എല്ലായ്പ്പോഴും വിനയത്തോടും താഴ്മയോടും കൂടി ജീവിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണം. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കണം. ആരാധിക്കുവാനായിട്ട് ആരാധനാ സമൂഹം എന്നുള്ളത് നിലയിൽ ഒത്തുകൂടുവാനായിട്ടുള്ള അവസരം ഞങ്ങൾക്ക് നൽകണം. ലോകത്തെ ആകമാനം സൗഖ്യമാക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.
പാട്ടുപാടുന്ന സമയം സ്തോത്ര കാഴ്ച അർപ്പിക്കാവുന്നതത്ര. എന്നോടു കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം, നിന്റെ സാന്നിധ്യം എന്നോടു കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. എന്നോടു കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എളിയ കാഴ്ചകളുമായി അവിടുത്തെ സന്നിധിയിൽ നിൽക്കുന്ന ഞങ്ങളെ അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ കാഴ്ചകൾ അവിടുത്തെ നാമമഹത്വത്തിന്, ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക്, ഞങ്ങളുടെയൊക്കെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. CSI CNI മർത്തോമാ സഭകളുടെ ഐക്യത്തെ കൂടുതൽ ശക്തീകരിക്കുവാൻ, ഇതര സഭകളുമായിട്ടുള്ളതായ ബന്ധത്തെ കൂടുതൽ ശക്തീകരിക്കുവാൻ നമ്മുടെ സഭ എല്ലായ്പ്പോഴും വളരെ ശ്രദ്ധ പുലർത്തുന്നു. അതിന് വേണ്ടുന്നതായ ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു എന്നുള്ളത് സന്തോഷകരമായ വസ്തുതയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സഭ ഇന്ന് സഭകളുടെ ഐക്യ ആഘോഷം, ഐക്യം എന്നുള്ളതായ ഒരു വിഷയത്തെ ആസ്പദമാക്കി ചിന്തിക്കുന്നത്. ഏവൻഗേലിയനായി വായിച്ചതായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിലൊക്കെ തൻ്റെ ശുശ്രൂഷ നിവർത്തിക്കപ്പെടുവാനും താൻ ആഗ്രഹിക്കുന്നതായ ദൗത്യം അപ്പോസ്തലന്മാർ ഏറ്റെടുത്ത് ചെയ്യുവാനുമായിട്ട് 70 പേരെ കൂടെ നിയമിച്ച് അയക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, ഈ രണ്ടായിട്ട് അയച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ രണ്ടായിട്ട് അയച്ചു. ഒരുപക്ഷെ ഇത് തന്നെയാണ് ഐക്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളതായ ഘടകവും. 2
എന്നുള്ളത് കൊണ്ട് ഒത്തിരിയേറെ ഗ്രൂപ്പ്സ് എന്നുള്ളതായ നിലയിലും, എന്നാൽ കൊച്ചു കൊച്ചു സംഘങ്ങളായി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കേണ്ടുന്നതായ ആവശ്യകതയെ കർത്താവ് ഇവിടെ സൂചിപ്പിക്കുക. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം വ്യക്തി കേന്ദ്രീകൃതമായി ചെയ്യുവാനായിട്ട് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കൊച്ചു കൊച്ചു സംഘങ്ങൾക്ക് അല്ലെങ്കിൽ സഭകൾക്ക് ഇത് നൽകിയിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് നിന്നാണ് കർത്താവിൻ്റെ ഈ വലിയ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ടിടയായിത്തീരേണ്ടത്. ഇവരെ പെയറായിട്ട് അയക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അവരോട് പല നിർദ്ദേശങ്ങൾ കർത്താവ് പറയുന്നതും നമ്മൾ വായിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3 കാര്യങ്ങൾ ഐക്യത്തെ നമ്മുടെ മനസ്സിൽ, സഭയുടെ ഐക്യം മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയതായ കുടുംബത്തിലുള്ള ഐക്യം, കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ളതായ ഐക്യമൊക്കെ വീണ്ടെടുക്കുവാൻ ഈ വേദഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, പെയർ ഇനേബിൾസ് കെയർ. എന്താണ് ഇത്തരത്തിലുള്ളതായ പെയറിങ്ങിൻ്റെ സാധ്യത? ഇത് കെയറിങ് യാഥാർത്ഥ്യവൽക്കരിക്കുവാനായിട്ടിടയായിത്തീരും. കെയർ, കരുതൽ. എന്തിനാണ് ഇവരെ അയക്കുന്നത്? അനവധി ദേശങ്ങളിലേക്ക് കടന്നു പോകുവാൻ, ലോകമെമ്പാടും കടന്നു പോകുവാൻ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ചെല്ലുന്ന ഇടങ്ങളിൽ നിങ്ങൾ രോഗികളെ കാണുകയാണെങ്കിൽ അവരെ സൗഖ്യമാക്കണം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തളർന്നിരിക്കുന്നതായ ആളുകളോട് കരുതൽ കാണിക്കുവാനായിട്ട് കഴിയണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഇന്ന് കരുതൽ കാണിക്കുവാനായിട്ട് എല്ലാവരും, എല്ലാ മേഖലയിലും മനുഷ്യർ പരാജയപ്പെട്ടു പോവുകയാണ്. കരുതൽ എന്ന് പറയുന്നത് കേവലം ചാരിറ്റിയല്ല, ഒരു ധർമ്മം കൊടുക്കൽ മാത്രമല്ല. നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും നമ്മുടെ മനോഭാവവും ഒക്കെ ഈ കരുതൽ മറ്റുള്ളവരോട് എത്രമാത്രമുണ്ട് എന്ന് വെളിവാക്കി തീർക്കുന്നതായ അനുഭവമാണ്. 2 പേര് അല്ലെങ്കിൽ ഒരു ചെറിയ സംഘമായിട്ട് കരുതലിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിൽ അതെത്രയോ സക്സസ് ആയിട്ട്, ശക്തമായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരാൾ തന്നെ ഒരു കരുതൽ പദ്ധതിയുമായി ഇറങ്ങിത്തിരിക്കുന്നതും കുറച്ചു പേർ ഒരുമിച്ച് ഈ കരുതലുമായി ബന്ധപ്പെട്ട് മുന്നേറുന്നതും എത്രയോ വ്യത്യസ്തമാണ്. പെയറിങ് ഇനേബിൾസ് കെയറിങ്. ഐക്യത കരുതലിന് അടിസ്ഥാന ഘടകമാണ്. 2, പെയർ ഇനേബിൾസ് ഷെയർ. പങ്കുവയ്ക്കൽ, പങ്കിടൽ. പെയറായി തീരുന്നത് കൊണ്ട് നിങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്താണ് പങ്കുവയ്ക്കേണ്ടുന്നത്? അവരോട് ചെന്ന് പറയണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ നല്ല വർത്തമാനം അവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് കഴിയണം. അവരോട് നല്ലത് പറയണം, അവരെ നന്മയിലേക്ക് കൊണ്ടുവരണം. അവർ സത്യത്തിലും ന്യായത്തിലും നീതിയിലും അടിസ്ഥാനപ്പെട്ടതായ ജീവിതം നയിക്കുവാനിടയായിത്തീരണം. ഇന്ന് നല്ലത് പറയാൻ വേണ്ടിയാണോ നമ്മൾ കൊച്ചു കൊച്ചു സംഘങ്ങളായി തീർന്നത്? മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണോ നമ്മൾ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായി തീരുന്നത്? അതോ സ്വയം വലുതാകാനോ മറ്റ് ഗ്രൂപ്പുകളെല്ലാം തകർന്ന് നമ്മുടെ ഗ്രൂപ്പ് മാത്രം ശക്തീകരിക്കപ്പെടുവാനായിട്ടാണോ? ഒരു സഭ എന്ന് മറ്റൊരു സഭയെ തകർക്കാൻ ശ്രമിക്കുകയാണോ? അതോ മറ്റുള്ളവരൊക്കെ വളരണമെന്നുള്ളതായ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുകയാണോ? ഒരു സഭ മറ്റൊരു സഭയെ വിഴുങ്ങിക്കളയാൻ ശ്രമിക്കുകയാണോ? അതോ നമുക്ക് ഒരുമിച്ച് വളരാം എന്നുള്ളതായ മനോഭാവത്തോടുകൂടി ഐക്യതയുടെ സ്വരം പങ്കുവയ്ക്കുവാനായിട്ടിടയായിത്തീരുന്നുണ്ടോ? സഹോദരങ്ങൾ തമ്മിലും അയൽപക്ക ഭവനങ്ങൾ തമ്മിലും ഒക്കെ ഇത് ആവശ്യമാണ്. പെയറിങ് ഇനേബിൾസ് ഷെയറിങ്. പങ്കിടൽ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് ഒരു ഐക്യതയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വേണം. ഐക്യത നിശ്ചയമായും ഈ പങ്കിടലിനെ യാഥാർത്ഥ്യമുള്ളതാക്കി തീർക്കും. 3, പെയർ ഇനേബിൾസ് ഡയർ.
ധൈര്യപ്പെടുവാനായിട്ട് ഇടയായിത്തീരുക. ഇവരെ അയക്കുന്നതായ കർത്താവ് മോഹന വാഗ്ദാനങ്ങളൊന്നുമല്ല അവരോട് പറയുന്നത്. നിങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും അത് കിട്ടുമെന്നൊന്നുമല്ല പറയുന്നത്. ഒരു പക്ഷേ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ CEO തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതായ ആളുകളോട് എന്താണ് പറയുന്നത്? നമ്മൾ ഒരുമിച്ച് നിൽക്കണം, അങ്ങനെ നേടണം, ഇങ്ങനെയാണ് അങ്ങനെയാണ്, അങ്ങനെ അതിൻ്റെ ബെനഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും എന്നായിരിക്കാം പറയുന്നത്. കർത്താവ് പറയുന്നത്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. വലിയ പ്രശ്ന സങ്കീർണമായിട്ടുള്ളതായ സാഹചര്യങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതായ വ്യക്തമായ ധാരണയോടുകൂടി വേണം നിങ്ങൾ പോകുവാനായിട്ടുള്ളത്. സോ ധൈര്യപ്പെടുക, ഇതൊന്നും കണ്ട് പേടിക്കരുത് എന്ന് പറയുക. പെയറിങ് ഇനേബിൾസ് ഡയറിങ്. ഇന്ന് ധൈര്യപ്പെട്ട പല കാര്യങ്ങൾ നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയുന്നില്ല. ഏത് കാര്യത്തിനും നമ്മുടെ കൂടെ ഒരാളൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോരം ധൈര്യമാണ്. അതൊരു യാത്ര പോകുന്നതാവാം, അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നതാവാം, അതാര് തന്നെ ആയിക്കൊള്ളട്ടെ. ഭർത്താവിന് ധൈര്യമാണ് ഭാര്യ കൂടെ നിൽക്കുന്നത്, ഭാര്യയ്ക്ക് ധൈര്യമാണ് ഭർത്താവ് കൂടെ നിൽക്കുന്നത്, മക്കൾക്ക് ധൈര്യമാണ് മാതാപിതാക്കളൊപ്പം നിൽക്കുന്നത്, അയൽക്കാരന് ധൈര്യമാണ് തൻ്റെ അയൽക്കാർ കൂടെ നിൽക്കുന്നത്, ഒരു സഭയ്ക്ക് ധൈര്യമാണ് മറ്റ് സഭകളും ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ഇന്ന് ധൈര്യം നഷ്ടപ്പെടുന്നു. കാരണം എന്താണ്? ഈ ഐക്യതയില്ലാതെ ധൈര്യമില്ല. പെയറായിട്ട് പോകാൻ ഒരുക്കമല്ല. ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു, നീ നിൻ്റെ വഴിക്ക് പോക എന്നുള്ളതായ നിലപാട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ പറഞ്ഞു. സഭകളുടെ ഐക്യതയെപ്പറ്റി സഭ ഇന്ന് കൂടുതൽ ആഴമായി ചിന്തിക്കുമ്പോഴും സഭകൾ തമ്മിലുള്ളതായ ഐക്യത പോലെ ആവശ്യമാണ് കുടുംബത്തിനുള്ളിലും കുടുംബത്തിന് പുറത്തും ഐക്യത എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. അതിന് 3 കാര്യങ്ങൾ ഇവിടെ കർത്താവ് പെയറായിട്ട് അയച്ചതിൽ നിന്ന് പറയുവാനായിട്ട് ശ്രമിച്ചു. 1 കെയറിങ്, കരുതൽ. 2 ഷെയറിങ്, പങ്കിടൽ. 3 ഡയറിങ്, ധൈര്യപ്പെടുന്ന അനുഭവം. അത്തരത്തിൽ ദൈവത്തിൻ്റെ വലിയ ദൗത്യം, സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കുവാൻ എന്നെ നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധത്തോടുകൂടി ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി നിന്ന് ഈ വലിയ COVID-19നെയും അല്ലെങ്കിൽ ഏത് വിപത്തിനെയും ഏത് ആത്മസംഘർഷങ്ങളെയും നേരിടും എന്നുള്ളതായ ഉറച്ച നിലപാടോടുകൂടി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് തരുന്നതായ എല്ലാ ദൗത്യത്തിൻ്റെ ശ്രേഷ്ഠമായ മേഖലകൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഐക്യത നിലനിർത്തുവാൻ, എല്ലാ മേഖലയിലും ഈ ഐക്യത വ്യത്യസ്തതകളുടെ നടുവിൽ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം, പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മതങ്ങൾ തമ്മിലും സഭകൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലും സംസ്കാരങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും ഒക്കെ ഇത് പ്രകടമായി തീരുവാനായിട്ട് കർത്താവെ അവിടുന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് വിപരീതമായി ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ ആലോചനകൾ, ഞങ്ങളുടെ പദ്ധതികളൊന്നും തീരരുതേ എന്ന് ഞങ്ങൾ യാചിക്കുക. പ്രത്യേകിച്ച് അവിടുത്തെ ശരീരമാകുന്ന സഭകളെ പ്രത്യേകമായി ഓർക്കുന്നു. ഞങ്ങളുടെ സഭയും പ്രത്യേകമായി ഏൽപ്പിക്കുന്നു. ഒത്തൊരുമയോടുകൂടി ഇതര സഭാ വിശ്വാസികളോട് ഒരുമിച്ച് നിൽക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കുചേരുവാൻ, അങ്ങനെ കരുതലും പങ്കിടലും ധൈര്യമുളവായി തീരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ കുർബാന ഞാനും നിങ്ങളും ഒരു അപ്പത്തിൻ്റെ അംശികളെന്നും ഒരു പാനപാത്രത്തിൻ്റെ പങ്കുകാരെന്നും എന്നുള്ളതായ നിലയിൽ എത്രമാത്രം ഐക്യത നമ്മളിൽ
നിലനിർത്തണം എന്നുള്ളതായ ചിന്തയാണ് നമുക്ക് നൽകുന്നത്. അത് കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് എല്ലായ്പ്പോഴും കഴിയേണ്ടുന്നതും ആവശ്യമാണ്. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് അനുതാപ ഹൃദയത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ കുംഭസാര പ്രാർത്ഥനയിൽ കൂടി ഏറ്റ് ചൊല്ലാം. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാം ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എൻ്റെ ഹൃദയ കൈകളെ നിങ്കലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചുകൊള്ളുന്നു. ഞാൻ മുഴുവനും നിങ്കലായിരിക്കാനും നിൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിപ്പാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ, എൻ്റെ കണ്ണുകളെയും വ്യർത്ഥ കാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ, എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസ്മരനായ ദൈവം മനസ്സിലും സകല പാപം ക്ഷമിച്ചിരിക്കും. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി എന്നോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പീൻ. സമയത്ത് പരിപൂർണമായ സ്നേഹവും ഐകമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ഓശോ വബകുല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ
സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുള്ള ഞങ്ങളുടെ കർത്താവ് ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നു. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാൽ ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധ റുഹായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. ഓശോ വബുകുല സുബാൻ ഓൽമീൻ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സാലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മസിയാതമ്പരാൻ എഴുന്നള്ളിയിരിക്കുന്നതുമായ ഉയരത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. ദൈവമായ കർത്താവിനാകുന്നു. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സത്യമായ യോഗ്യവും ന്യായവുമാകുന്നു. കർത്താവേ, തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയമായുടെ ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധന നാർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആകാശവും ഭൂമിയിൽ തന്നെ മഹത്വത്തോടെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കലും വാഴ്ത്തപ്പെടലാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താനെടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീനിത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതിന്റെ ശരീരം, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് അരുളി ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായിൽ അവനെടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ത്രീയന്മാർക്ക് കൊടുത്തു. എല്ലാവരും അതൊന്നും കൊടുപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുപോലെ അവന് മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, ഉയർത്തലിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സമരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികളും പ്രകാരം പ്രതിഫലം നൽകുന്ന പരിപ്രവചനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയിൽ നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു കൊല്ലുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവത്തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് തിരുമണി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് തിരുമണി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് തിരുമണി ചെയ്ത് ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ
പരിശുദ്ധ റുഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റുഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, വീണ്ടും സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബുക്കുല സുബ്ഹാൻ ലഅൽമീൻ. കർത്താവേ, 4 ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലീത്തായെയും ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ഗിയോർഗീസ് മാർ തിയോഡോഷ്യസ് സബർഗൻ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യോക്കീൻ മാർ കുർലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തിമത്തിയോസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ, ഷെമ്മാശന്മാർ മുതലായി പട്ടണത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്കും വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴെ അവരെ നടത്തണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹം എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിവിധങ്ങളായ ആവശ്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. സഭകളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായി സ്തോത്രം ചെയ്യാം. 14-ാം തീയതി നടക്കുന്നതായ മെത്രാപ്പൊലീത്ത സ്ഥാനാരോഹണ ശുശ്രൂഷ അനുഗ്രഹകരമായി തീരുവാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തിയോഡോഷ്യസ് തിരുമേനിയെ അതിനുവേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവങ്ങൾക്ക് നന്ദി പറയാം. ദൈവം ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പട്ടക്കാരെ, സുവിശേഷകരെ, വിശ്വാസികളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ ഓർക്കാം. നമ്മുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കാം. പഞ്ചായത്ത് ഇലക്ഷനുകളൊക്കെ നടക്കുവാൻ പോകുന്നുവല്ലോ. അതിൻ്റെ ക്രമീകരണങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. COVID-19 തീവ്രത കുറഞ്ഞ് കർത്താവേ, വരും ദിവസങ്ങളിൽ എല്ലാം ശാന്തമായി സ്വസ്ഥമായി ഇതിന് തക്കതായ വാക്സിനുകൾ, മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് ഇതിനെ നിയന്ത്രിക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ ഓർക്കാം. രോഗികളായി കഴിയുന്നവർ, ക്ഷീണിതരായിരിക്കുന്നവർ,
പുതിയ കോഴ്സുകളിലേക്ക് പോകുന്നവർ, പഠന സ്ഥലങ്ങളിലേക്ക് തിരികെ പോകുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ ജോലി ഈ ദിവസങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും ഓർക്കാം. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നവർ, കുടുംബ ജീവിതത്തിൽ കഴിയുന്നവർ എല്ലാവർക്കായും പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂർണ്ണയതും ആദ്യം തൊഴിലാത്തതും മധ്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ദയതോന്നിയുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകഗൃഹായി പരിശുദ്ധനാകുന്നു. ആമേൻ. പാലിക്കുമോ എല്ലാവരും പുത്രനും പരിശുദ്ധർഹായിക്കും സ്തുതി. ആദ്യത്തിലാകുന്നു. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ അനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുള്ളവരുമായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദിമുതലേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. കർത്താവിനെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ മുളയ്ക്കുന്നു. പാറയ്ക്കുമോ എല്ലാവരും പുത്രനും പരിശുദ്ധർഹായിക്കും സ്തുതി. ആദിമുതലേക്കും തന്നെ. ആമേൻ. നിൻ ശരണത്തിൽ മൃതരാമിൻ അടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലെ കുണർത്തുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കേണമേ. സ്തോമൻ കാലോസ് കുറിലായിസോ. നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു.
പാലതു മാഞ്ഞതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാം. സ്വന്തമനത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദത്തിനും സ്തുതി പാടുവാൻ മണ്ണിൽ ഞങ്ങളെ ഉയർത്തിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം വന്യനും സ്തുതിനുമാകുന്നു. ആദ്യം മുതൽ തലമുറകളിലേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളെ ഓർമ്മേൽപ്പിനും ഞങ്ങളെ വർഗത്തിന്റെ നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായി നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവുന്നതിനകത്തും നിന്റെ വലുതുകി നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേലേക്കും തിരുസുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽ തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെടുന്നതുമായി വിരമതിക്കാവതല്ലാത്ത തിരുശരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ദൈവം നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രഗണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമലി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽ തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായി നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനാൽ നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിനാൽ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. ആമേൻ. യേശുതൻ വിലതീര സ്നേഹം ആർക്കു വർണ്ണിക്കാം.
ആശ്ചര്യ സ്നേഹമേ. വിശ്വാസമുണൽപ്പനാളികെ ഞാൻ പാർത്തനന്തരം യേശു കൊണ്ടുപോകുമെന്നെ തൻ പിതാവിൻ വീടതിൽ. യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം, യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. യേശു തൻ വിലതീര സ്നേഹം ആർക്കു വർണ്ണിക്കാം? തന്നന്തികെ ചേർന്നങ്ങായതറിഞ്ഞോർക്കു താൻ സാധ്യം. യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം, യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. യേശു തൻ വിലതീര സ്നേഹം ആർക്കു വർണ്ണിക്കാം? തന്നന്തികെ ചേർന്നങ്ങായതറിഞ്ഞോർക്കു താൻ സാധ്യം. യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം, യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശിവശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭൂലോകം മുഴുവൻ നിന്നെ മുട്ടുകുത്തി വന്ദിക്കും. സകല നാമത്തിന് നാമത്തിന് സ്തോത്രം ചെയ്യും. മനുഷ്യരെ ഉത്തരമേൽപ്പിക്കുന്നവനും അവരുടെ പ്രത്യാശയും നീയാകൊണ്ട് ഞങ്ങളോട് കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്ന ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റും. ഓശോ വബുക്കുലസ്സവാൻ ലഓൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടി ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കണമായ ഞങ്ങളുടെ കർത്താവ് ദൈവമേ, തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിനു ശേഷം തിരുസന്നിധിയിൽ ഞങ്ങളുടെ നരകളെ ഞങ്ങൾ വണക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതവനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇടവിടാൻ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. പാറിക്കുമോ അലിവു നിറഞ്ഞ ബലവാനേ, അനുഗ്രഹമെങ്ങൾ കേകണമേ. നല്ല പ്രയോജനം ഉള്ളവരായി നടത്തിയിടണമേ അടിയാരേ. കർത്താവേ, കരുണാകരനേ,
കൃപകൾക്കും അനുഗ്രഹക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി അവിടുത്തെ സമാധാനത്തോട് ഞങ്ങളെ അയക്കണമേ. സഹോദരരും പ്രിയപ്പെട്ടവരുമേ, പാപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാത്രയിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതായ വാഴ്ചകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധി മാത്രമുള്ള തൃത്വത്തിന്റെ കൃപയ്ക്ക് അനുഗ്രഹങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്ന സമയത്ത് സമാധാനത്തോടെ നിങ്ങൾ പോകുകയും കർത്താവിന് ജയതമെന്ന ശ്രീവാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും മുദ്രപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും ഭാവിയുമായ എന്റെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിക്കാൻ നിങ്ങൾ തിരിഞ്ഞ് സന്തോഷിച്ചാരംഭിച്ച സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ.